രാമായണ പാരായണം തുടരുന്നു. ഇന്ന് പുത്രകാമേഷ്ടി മുതൽ ആണ് വായിച്ചു തുടങ്ങുന്നത്. തന്നുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൻ. ശാലയും പണി ചെയ്തു സരയൂ തീരത്തിങ്കൽ ഭൂലോകപതി യാഗം ദീക്ഷിച്ചാനതു കാലം. അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകൻ അവതാരം ചെയ്വതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടി കർമ്മം ഋഷ്യശൃംഗനാൽ ചെയ്യപ്പെട്ടൊരാഹുതിയാലേ വിശ്വദേവതാഗണം തൃപ്തമായതു നേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ഡത്തിൽ നിന്നു പൊങ്ങിനാൻ വഗ്നിദേവൻ. താവകം പുത്രീയമി പായസം കൈക്കൊള്ളുക നീ, ദേവനിർമ്മിതം എന്നു പറഞ്ഞു പാവകനും ഭൂപതി പ്രവരനു കൊടുത്തു മറഞ്ഞിതു. താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതി. ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷനാം ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ കൗസല്യാദേവിക്കർത്ഥം കൊടുത്തു നൃപവരൻ. ശൈഥില്യാത്മനാ പാതി നൽകിനാൻ കൈകേയിക്കും. അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി താനും തന്നുടെ പാതി കൊടുത്തിടിനാൾ മടിയാതെ. എന്നതു കണ്ട് പാതി കൊടുത്തു കൈകേയും മന്നവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം. തൽപ്രജകൾക്കു പരമാനന്ദം വരുമാറ് ഗർഭവും ധരിച്ചിതു മൂവരുമതു കാലം. അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ. ഗർഭരക്ഷാർത്ഥം ജപഹോമാദി കർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾക്കനുവാസരം ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്തോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും. തൽപ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതിപ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞിതു സന്താപം. ദിനം തോറും അല്പഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസ്സേറ്റം. സീമന്ത പുംസവനാദിക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തിതു നരവരൻ. സീമന്ത പുംസവനാദിക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തിതു നരവീരൻ.
ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലം അർഭകന്മാരും 4 പിറന്നാരുടനുടൻ. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതനയോധ്യയിൽ കൗസല്യാത്മജനായ. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതനയോധ്യയിൽ കൗസല്യാത്മജനായ. നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി. നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി. കർക്കിടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ചസ്ഥനുദയം കർക്കടകം. അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും. വക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും. പെറ്റിതു കൈയും പുഷ്യനക്ഷത്രം കൊണ്ടേ. പെറ്റേന്നാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം. ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ. ജഗദീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ. ഭുവനേശ്വരൻ വിഷ്ണു തന്നുടെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും. സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രയുതമുദിച്ചുയരുന്നതുപോലെ. സഹസ്രപത്രോദ്ഭവ നാരദ സനകാദി സഹസ്രനേത്രമുഖ വിബുധേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പോരു നിർമ്മലമകുടവും സുന്ദര ചികുരവും അളക സുഷമയും. കാരുണ്യാമൃതരസസമ്പൂർണ നയനവും ആരുണ്യാംബര പരിശോഭിത ജഘനവും. ശംഖചക്രാബ്ജ ഗദാശോഭിത ഭുജങ്ങളും ശംഖസന്നിഭകളരാജിത കൗസ്തുഭവും. ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പോരു പാവന ശ്രീവത്സവും. കുണ്ഡലമുക്താഹാര കാഞ്ചി നോപുര മുഖമണ്ഡലങ്ങളും ഇന്ദുമണ്ഡലവദനവും. പണ്ടു ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും. കണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും മോക്ഷധനായ ജഗത്സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ. സുന്ദരഗാത്രിയായ കൗസല്യാദേവി താനും വന്ദിച്ചു തെരുതെരെ സ്തുതിച്ചു തുടങ്ങിനാൾ. നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജധര. നമസ്തേ വാസുദേവ മധുസൂദന ഹരേ. നമസ്തേ നാരായണ നമസ്തേ നരകാരേ. സമസ്തേശ്വര ശൗരേ നമസ്തേ ജഗൽപദേ.
നിന്തിരുവടി മായാദേവിയെക്കൊണ്ട് വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു. സത്വാദിഗുണത്രയമാശ്രയിച്ചെന്തിന്നിതെന്ന് ഉത്തമന്മാർക്കു പോലും അറിവാൻ വേലയത്രേ. പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പരമാത്മാവു പരൻ പുരുഷൻ പരിപൂർണൻ. അച്യുതൻ അനന്തൻ അവ്യക്തൻ അവ്യയനേകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രദൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കൽമഷൻ നിർഗുണൻ നിഗമാന്തവാക്യാർത്ഥവേദ്യൻ നാഥൻ നിഷ്ക്രിയൻ നിരാകാരൻ നിർജര നിഷേവിതൻ നിഷ്കാമൻ നിയമിനാം ഹൃദയനിലയനൻ അദ്വയൻ അജൻ അമൃതാനന്ദൻ നാരായണൻ വിദ്വന്മാനസ പത്മമധുവൻ മധുവൈരീ സത്യജ്ഞാനാത്മാ സമസ്തേശ്വരൻ സനാതനൻ സത്വസഞ്ജയ ജീവൻ സനകാധിഭിസേവിൻ തത്വാർത്ഥബോധരൂപൻ സകല ജഗന്മയൻ സത്താമാത്രകനല്ലോ നിന്തിരുവടി നൂനം നിന്തിരുവടിയുടെ ജഠരത്തിങ്കൽ നിത്യമന്തമില്ലാതോളം ബ്രഹ്മാണ്ഡങ്ങൾ കിടക്കുന്നു. അങ്ങനെയുള്ള ഭവാൻ എന്നുടെ ജഠരത്തിൽ ഇങ്ങനെ വസിപ്പതിനെന്തു കാരണം പോറ്റി? ഭക്തന്മാർ വിഷയമായുള്ളൊരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു മുഗ്ധയാമെനിക്കിപ്പോൾ. ഭർത്തൃപുത്രാർദ്ധാകുല സംസാര ദുഃഖാംബുധോ നിത്യവും നിമഗ്നയായി അത്യർത്ഥം ഭ്രമിക്കുന്നേ. നിന്നുടെ മഹാമായ തന്നുടെ ബലത്തിനാൽ ഇന്നു നിൻ പാദാംബോജം കാൺമാനും യോഗം വന്നു. ത്വൽക്കാരുണ്യത്താൽ നിത്യമുൾക്കാമ്പിൽ വസിക്കേണം ഈ കാണാകിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ. വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ വിശ്വേശ മോഹിപ്പിച്ചിടായികമാം ലക്ഷ്മീപതേ. കേവലമലൗകികം വൈഷ്ണവമായ രൂപം ദേവേശ മറയ്ക്കണം മറ്റുള്ളോർ കാണും മുമ്പേ. ലാളനാശ്ലേഷാദ്യനുരൂപമായിരിപ്പൊരു ബാലഭാവത്തെ മമ കാട്ടണം ദയാനിധേ. പുത്രവാത്സല്യവ്യാജമായൊരു പരിചരണത്താലേ കടക്കേണം ദുഃഖ സംസാരാർണവം. ഭക്തി പൂണ്ടിദ്ധം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ
ഭക്തവത്സലൻ പുരുഷോത്തമൻ അരുൾ ചെയ്തു. മാതാവേ, ഭവതിക്ക് എന്തിഷ്ടമാകുന്നതെന്നാൽ ഏതും അന്തരമില്ല ചിന്തിച്ച വണ്ണം വരും. ദുർമതം വളർന്നൊരു രാവണൻ തന്നെ കൊന്ന് സമ്മോദം ലോകങ്ങൾക്കു വരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കര പ്രമുഖാമരപ്രവരന്മാർ നിർമ്മല പദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവവംശത്തിങ്കൽ നിങ്ങൾക്കു തനയനായി മാനുഷവേഷം പൂണ്ടു ഭൂമിയിൽ പിറന്നു ഞാൻ. പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്ന് ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം പൂർവജന്മനി. പുനരതു കാരണം ഇപ്പോൾ ഏവം ഭൂതകമായ വേഷത്തെ കാട്ടിത്തന്നു. ദുർലഭം മദ്ദർശനം മോക്ഷത്തിനായിട്ടുള്ളൊന്നില്ലല്ലോ പിന്നെയൊരു ജന്മസംസാര ദുഃഖം. എന്നുടെ രൂപമിതം നിത്യവും ധ്യാനിച്ചുകൊള്ളുകെന്നാൽ വന്നിടും മോക്ഷമില്ല സംശയമേതും. യാതൊരു മർത്യനിഹ നമ്മിലെ സംവാദം ഇതാദരാൽ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും. സാധിക്കും അവനു സാരൂപ്യമെന്നറിഞ്ഞാലും ചേതസി മരിക്കുമ്പോൾ മത്സ്മരണയുമുണ്ടാം. ഇത്തരമരുൾ ചെയ്ത് ബാലഭാവത്തെ പൂണ്ട് സത്വരം കാലും കൈയും കുടഞ്ഞു കരയുന്നോ ഇന്ദ്രനീലാഭപൂണ്ട് സുന്ദരരൂപൻ അരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാ. ചന്ദ്രചൂടാരവിന്ദമന്ദിര വൃന്ദാരക വൃന്ദവന്ദിതൻ ഭുവി വന്നവതാരം ചെയ്താൻ. ശ്രീരാമചന്ദ്രൻ്റെ അവതാരം സംഭവിക്കുന്ന സന്ദർഭമാണ് ഇപ്പോൾ അവതരിപ്പിച്ചത്. ഏറ്റവും ഉത്തമമായ മുഹൂർത്തത്തിൽ ശ്രീരാമൻ ജനിക്കുന്നു. അതിനു മുമ്പ് വിഭാണ്ഡക മഹർഷിയുടെ മകനായ വൈഭണ്ഡകനെ കൊണ്ടുവന്ന്, അതായത് ഋഷ്യശൃംഖനെ കൊണ്ടുവന്ന് യാഗം നടത്തുന്നു. അത് പറയുന്നത് എന്താണ്, സ്ത്രീ സംസർഗമില്ലാതെ ബ്രഹ്മചാരത്തോടുകൂടി ജീവിക്കുന്ന ഋഷിയായ ഋഷ്യശൃംഖനെ കൊണ്ടുവന്ന് യാഗം നടത്തുകയാണ്. ഈ ഋഷ്യശൃംഖനും ദശരഥനും തമ്മിൽ ഒരു സൂക്ഷ്മമായ ബന്ധമുണ്ട്. ദശരഥന് ആദ്യം ഒരു മകൾ ജനിച്ചിരുന്നു പോലും. അങ്ങനെ ഒരു കഥ പറയുന്നുണ്ട്. ആ മകളുടെ പേര് ശാന്ത എന്നായിരുന്നു എന്നും തൻ്റെ സുഹൃത്തായ ലോമപാത മഹാരാജാവിന് കുഞ്ഞുങ്ങളില്ലാത്തതിനെ തുടർന്ന് ദശരഥൻ തൻ്റെ മകൾ ശാന്തയെ ലോമപാത മഹാരാജാവിന് മകളായി ദാനം ചെയ്തു എന്നും ഒരു കഥയുണ്ട്. പിന്നീട് ഈ ലോമപാത മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ എത്തിച്ചേരുന്ന ഋഷ്യശൃംഖൻ അനാവൃഷ്ടി തടയാൻ യാഗം നടത്താൻ എത്തിച്ചേരുന്ന ഋഷ്യശൃംഖന് പിന്നീട് ഈ ശാന്തയെ ലോമപാതൻ വിവാഹം ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ തത്വത്തിൽ ദശരഥൻ്റെ മരുമകനായി തന്നെയാണ് ഋഷ്യശൃംഖൻ വരുന്നത് എന്നുകൂടി കാണാൻ കഴിയും. ഋഷ്യശൃംഖനെ കൊണ്ടുവരുന്നു, യാഗം നടത്തുന്നു. യാഗം നടത്തുന്ന സമയത്ത് യാഗശാലയിൽ അഗ്നികുണ്ഡത്തിൽ നിന്നും പായസം പൊങ്ങി വരുന്നു. ഒരു പായസവുമായി വന്യദേവൻ വരുന്നു.
വന്ന് പായസം കൊടുക്കുന്നു. കൗസല്യാദേവിക്കും സുമിത്രയ്ക്കും കൈകേയിക്കുമായി ഈ പായസം പങ്കിടപ്പെടുന്നു. ഇവർ ഗർഭം ധരിച്ചതിന് ശേഷം രാജാവിന് ഇവരോടുള്ള ഉൾപ്രേമം കൂടി വന്നു എന്നാണ് പറയുന്നത്. ആന്തരിക സ്നേഹം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു ഭാര്യമാരോട്. അനന്തര തലമുറയുടെ തുടർച്ച സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ദശരഥൻ വല്ലാത്ത ആനന്ദത്തിലാണ്. അങ്ങനെ ശ്രീരാമചന്ദ്രൻ ഉത്തമമായ മുഹൂർത്തത്തിൽ ജനിക്കുന്നു. തുടർന്ന് ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനും ജനിക്കുന്നു. കൗസല്യാദേവിയിൽ നിന്ന് ശ്രീരാമനും സുമിത്രാദേവിയിൽ നിന്ന് ലക്ഷ്മണനും ശത്രുഘ്നനും അതുപോലെ തന്നെ കൈകേയി ദേവിയിൽ നിന്ന് ഭരതനും ജനിക്കുന്നു. ഈ പായസത്തിൻ്റെ പങ്കുവയ്പ് നിമിത്തം സുമിത്രയുടെ 2 മക്കളിൽ ഒരുവനായ ലക്ഷ്മണൻ ശ്രീരാമചന്ദ്രനുമായി ഹൃദയബന്ധം കൂടുതൽ പ്രകടിപ്പിക്കുന്നു. കൈകേയിയുടെ മകനായ ഭരതനും സുമിത്രയുടെ മകനായ ശത്രുഘ്നനും കൂടി അഗാധമായ ഹൃദയബന്ധം സ്ഥാപിക്കുന്നു. ഇവരൊരുമിച്ച് നടക്കുന്നത്. ഒരമ്മയിൽ പിറന്ന 2 മക്കൾ അഗാധ സൗഹൃദം പ്രകടിപ്പിക്കുന്നത് ഒരച്ഛനിൽ തന്നെ പിറന്ന മറ്റു മക്കളോട് കൂടിയിട്ടാണ്. ആ ഒരു ആന്തരികമായ സ്നേഹബന്ധം, സാഹോദര്യബന്ധം എഴുത്തച്ഛൻ കേരളീയ സമൂഹത്തിന് മുമ്പിൽ വച്ച് നീട്ടുന്ന ഏറ്റവും വലിയ ഒരു കുടുംബ ദർശനം കൂടിയാണ്. നാട്ടുരാജാക്കന്മാർ തമ്മിൽ അടികൂടുന്ന കാലത്താണ് എഴുത്തച്ഛൻ ഇങ്ങനെ ഒരു കഥ അവതരിപ്പിക്കുന്നത്. ശ്രീരാമൻ്റെ ജനന സമയത്ത് കൗസല്യാദേവിക്ക് മഹാവിഷ്ണുവിൻ്റെ വിരാട് രൂപ ദർശനം കിട്ടുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ മകനായി ജനിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നീയും നിൻ്റെ ഭർത്താവും നടത്തിയ യാഗങ്ങൾക്കും പൂജകൾക്കും വ്രതാനുഷ്ഠാനങ്ങൾക്കും ഫലമായിട്ട് കൂടിയാണ് ഞാൻ ജനിച്ചിരിക്കുന്നത് ഇപ്പോൾ. അല്ലാതെ ദേവന്മാർ പ്രാർത്ഥിച്ചു എന്നുള്ളത് മാത്രം കൊണ്ടല്ല എന്ന് സൂചിപ്പിക്കുന്നു. ഈ വിരാട് പുരുഷ ദർശനം കൊടുത്തതിന് ശേഷം കൗസല്യാദേവി പറയുന്നുണ്ട്, അങ്ങ് ദയവായി ബാലഭാവത്തെ കൈക്കൊണ്ടിടണം. കാരണം ഈ രൂപത്തിലുള്ള വിരാട് പുരുഷനാണ് എൻ്റെ മകൻ എന്ന് ആലോചിച്ചാൽ എനിക്ക് അങ്ങയെ ബാലപ്രായത്തിൽ കൊഞ്ചിക്കാനോ ഏതെങ്കിലും സമയത്ത് ഒരു അപക്വത കാണിച്ചാൽ തിരുത്താനോ തോന്നുകയില്ല. അതുകൊണ്ട് ബാലഭാവത്തെ കൈക്കൊണ്ടിടണമെന്ന് പറയുമ്പോൾ കൈയും കാലും കൈയും കുടഞ്ഞ് ചിരിക്കുകയും കരയുകയും ചെയ്യുന്ന കുഞ്ഞായിട്ട് നീലാരവിന്ദങ്ങൾ പോലെയുള്ള കണ്ണുകളുള്ള മുല്ലപ്പൂവ് വിരിഞ്ഞ് വരുന്നത് പോലെയുള്ള ചിരിയുള്ള മനോഹരമായ രൂപസൗന്ദര്യമുള്ള കുഞ്ഞായി തൊട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ് അമ്മയെ ആനന്ദിപ്പിച്ചുകൊണ്ട്. അത് ഒരേ സമയം അമ്മയെയും അച്ഛനെയും സഹമാതാക്കളെയും അല്ല ആനന്ദിപ്പിക്കുന്നത്, അയോധ്യയെ മുഴുവനാണ് ആനന്ദിപ്പിക്കുന്നതെന്ന് തുടർന്നുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. എഴുത്തച്ഛൻ്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ സ്തുതികളാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ പര്യായങ്ങൾ കൊണ്ട് രാമനെ സ്തുതിച്ചിട്ട് മതിയാകാത്ത ഒരു പ്രതീതി നമുക്ക് വായിക്കുമ്പോൾ കാണാൻ പറ്റും. പ്രതീതി വെച്ചാൽ പ്രതീതി ഉണ്ടെന്ന തോന്നലാണല്ലോ പലപ്പോഴും. ഇതങ്ങനെയുമല്ല, ഇത് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് തോന്നിക്കുകയാണ്, പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാക്കി തരികയാണ് എഴുത്തച്ഛൻ്റെ വർണ്ണനകൾ. ഓരോ സൂക്ഷ്മമായ വർണ്ണന പോലും അതെന്തിനത്രയും കാര്യമായി ചെയ്തെന്ന് ചോദിച്ചാൽ ഈ സൗന്ദര്യാനുഭൂതിയിലുള്ള ശ്രദ്ധ വർദ്ധിക്കാനും കൂടിയാണ്. ആത്മീയ സ്വരൂപനായ രാമനെ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ ശാരീരിക ഭാഗങ്ങളും ലൗകിക തൃഷ്ണയോടുകൂടി തന്നെ അവതരിപ്പിക്കുക, അല്ലെങ്കിൽ ആസ്വാദ്യകരമായി അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ഈശ്വരൻ എന്ന ഒരു മാനവിക രൂപത്തിനെ എങ്ങനെയാണ് മനസ്സിൽ കണ്ട് സൗന്ദര്യാത്മകമായി അനുഭവിക്കേണ്ടത് എന്ന് എഴുത്തച്ഛൻ അവതരിപ്പിച്ച് കാണിച്ചു തരികയാണ് ഈ ഭാഗത്തിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പുത്രകാമേഷ്ടി എന്ന ഭാഗം ഇത് കൗസല്യാദേവിയും ശ്രീരാമനുമായുള്ള അല്ലെങ്കിൽ മഹാവിഷ്ണുവുമായുള്ള ഈ സംവാദം വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും മുക്തി ലഭിക്കും എന്ന് എഴുത്തച്ഛൻ പറയാൻ കാരണം ഇത് വായിക്കുകയും വായിക്കുന്നത് പോലെ തന്നെ ഇരുന്ന് കേൾക്കുകയും ചെയ്യുന്നവർക്ക് ഉള്ളിലൊരു ഉണ്ടാകും എന്ന് കരുതിക്കോട്ടെ എന്ന് വച്ചിട്ടാണ്. വായിക്കുന്നത് പോലെ തന്നെ
കൊണ്ട് നൽകുന്നതാണ് കേൾക്കുന്നതും എന്ന ദർശനം പണ്ട് കാലം മുതൽ തന്നെ ഇന്ത്യയിലുണ്ട്. വിശിഷ്യ കേരളത്തിലും അതുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിലെല്ലാം പാട്ടുകളാണല്ലോ. കൃഷ്ണഗാഥ കൃഷ്ണപ്പാട്ട്, രാമചരിതം രാമചരിതം പാട്ട്, കണ്ണശരാമായണം പാട്ട്, മഹാഭാരതം പാട്ട്, ഇങ്ങനെ എല്ലാം ഗാന സംസ്കൃതിയാണ് കേരളത്തിലുള്ളത്. കാരണം കേൾക്കാനുള്ളതും കൂടിയാണ് കാവ്യം, കവിത കേൾക്കാനുള്ളതും കൂടിയാണ്, ആലപിക്കാൻ കൂടിയുള്ളതാണ് എന്ന ബോധം പണ്ട് മുതൽ തന്നെ കേരളത്തിൽ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എഴുത്തച്ഛൻ കിളിപ്പാട്ട് അവതരിപ്പിക്കുകയും അതിൽ മനോഹരമായ പദങ്ങൾ ചേർത്ത് വർണ്ണനകൾ നടത്തുകയും ഒരു പദവും മുഴച്ചു നിൽക്കാത്ത രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ശ്രീരാമൻ്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ എഴുത്തച്ഛൻ്റെ ഉള്ളിൽ നിന്ന് ഭാഷ മലവെള്ളം പോലെ ഒലിച്ച് കുതിച്ച് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ വെറും കല്ലുകൾ കല്യാണ സൗഗന്ധികങ്ങൾ പോലെ വിടരുന്നത് അത്ഭുതകരമായി കണ്ടു നിൽക്കുന്ന ഒരു കുട്ടിയെ പോലെയാണ് നമ്മളിത് വായിക്കുമ്പോൾ ഓരോ ചെറിയ വാക്കുകളിൽ നിന്നും ഒരു വലിയ വലിയ പുഷ്പകാലങ്ങൾ വിടർന്നു വരുന്നത് കണ്ടനുഭവിക്കുന്നത്. അത്തരമൊരു ഭാഗമാണ് പുത്രകാമേഷ്ടി. അതുകൊണ്ട് തന്നെ ഇത് വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് പുണ്യം നൽകുന്നതാണ് എന്നും പുണ്യപ്രദായകമാണ് എന്നും അതേറ്റവും മനോഹരമായൊരു അവസ്ഥയാണ് എന്നും വിശ്വസിച്ചു പോരുന്നു. ഈ ഭാഗത്തിൽ പുത്രകാമേഷ്ടി വായിച്ച് തീർക്കുമ്പോൾ നിങ്ങൾക്കും അതുപോലുള്ള ആനന്ദാനുഭൂതികൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.